മികച്ച പ്രൈസിങ്ങിൽ മികച്ച സ്പെസിഫിക്കേഷനുകൾ നൽകുന്ന സ്മാർട്ട് ഫോണാണ് ഷവോമി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന റെഡ്മി നോട്ട് 8 പ്രോ. ഈ ഫോണിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഒന്ന് പരിശോധിക്കാം. 161.70 മില്ലിമീറ്റർ ഉയരവും 76.40 മില്ലിമീറ്റർ വീതിയും 8.81 മില്ലിമീറ്റർ കനവുമുള്ള ഈ ഒരു ഫോണിന് 200 ഗ്രാമാണ് ഭാരം. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഒരു ഗ്രേഡിൻ്റെ ലുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിനെ ഷവോമി വിളിക്കുന്ന പേര് ഓറ ഡിസൈൻ എന്നാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കർവ്ഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും പോർലുകളൊന്നും വരാതിരിക്കാനായി ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകുന്നുമുണ്ട്. ഫോണിൻ്റെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്യുവൽ സിം ട്രേയും ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ടും കാണാം. ഫോണിൻ്റെ താഴെ ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്കും USB Type-C കേബിളും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സ്പീക്കർ ഗ്രില്ലും കാണാം. ഫോണിൻ്റെ വലതുവശത്തായി വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഫോണിൻ്റെ മുകളിലായി IR ബ്ലാസ്റ്ററും ഒരു മൈക്കും കാണാം. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ചെറിയ ഗ്രേഡിയൻ്റ് ഡിസൈനുള്ള 3D ഗ്ലാസ് കൊണ്ടാണ് ഫോണിൻ്റെ ബാക്ക് സൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയായി 3 ക്യാമറകളും ഫിംഗർ പ്രിൻ്റ് സെൻസറും 4ാമത്തെ ക്യാമറ ഈ വലത് സൈഡിലായിട്ടും കാണാം. അതിന് മുകളിലായി ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റാണ് കാണുന്നത്. ക്യാമറയ്ക്ക് താഴെയായി 64 MB AI സൂപ്പർ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ താഴ്ഭാഗത്തായി റെഡ്മി എന്നും എഴുതിയിരിക്കുന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നേർത്ത അരികുകളാണ് ഫോണിനുള്ളത്. അതുപോലെ ഫോണിൻ്റെ താഴത്തെ ഭാഗമായ ചിഹ്നം വളരെ കനം കുറഞ്ഞതാണ്. സ്ക്രീനിൻ്റെ മുകളിലായി ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പരിശോധിക്കാം. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനുള്ളത്. 1080x2340 ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 395 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. കൂടാതെ ഈ ഒരു ഡിസ്പ്ലേ HDR സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഫോണിൽ ഫ്രണ്ട് ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് സ്ക്രീനുള്ളത്. ഫോണിൻ്റെ സ്ക്രീൻ നല്ല ഷാർപ്പും കളർ റീപ്രൊഡക്ഷനൊക്കെ വളരെ മനോഹരവുമാണ്. വ്യൂയിങ് ആംഗിളിനൊന്നും തകരാറില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിയും ഓക്കെയാണ്. അടുത്തതായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പരിശോധിക്കാം. 64 മെഗാ പിക്സൽ ഉള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. പ്രൈമറി ക്യാമറയായി 64 മെഗാ പിക്സലിൻ്റെ അപ്പർച്ചർ വാല്യൂ 1.79 ഉള്ള സാംസങ്ങിൻ്റെ GW1 സെൻസർ ഉൾപ്പെടുത്തിയ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറയായി 8 മെഗാ പിക്സലിൻ്റെ അപ്പർച്ചർ വാല്യൂ 2.2 ഉള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസ് നൽകിയിരിക്കുന്നു. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 120 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളും എടുക്കാൻ സാധിക്കും. ടെർഷറി ക്യാമറയായി 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ നിന്നും വെറും 2 സെൻറ്റിമീറ്റർ മാത്രം അകലത്തിലുള്ള ഒബ്ജക്റ്റുകൾ പോലും വളരെ വലുതായ രീതിയിൽ മാക്രോ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാധിക്കും. ടെർഷറി ക്യാമറയായി 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഇതുപയോഗിച്ചുകൊണ്ട് പോർട്രേറ്റ് മോഡ് ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മികച്ച ബ്ലെയർ എഫക്റ്റ് നൽകാൻ സാധിക്കുന്നുണ്ട്. ഇരുണ്ട വെളിച്ചത്തിൽ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ക്യാമറയോടൊപ്പം ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതുപോലെ 960 FPS ഉള്ള സൂപ്പർ സ്ലോ മോഷൻ വീഡിയോകളും ഷൂട്ട് ചെയ്യാനാകും. വൈഡ് ആംഗിൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതും മാക്രോ വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെന്നുള്ളതും ഈ ഫോണിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 10 ഇരട്ടി വരെ ഡിജിറ്റലി സൂം ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. സെൽഫി ചിത്രങ്ങൾ എടുക്കാനായി ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ 20 മെഗാ പിക്സലിൻ്റെ അപ്പർച്ചർ വാല്യൂ 2 ഉള്ള ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ എടുത്ത ചിത്രങ്ങൾ ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലായ ജയരാജ് നാഥ് എന്നുള്ളതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൊഫൈൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ചിത്രങ്ങളുടെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അടുത്തതായിട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് ഒന്ന് പരിശോധിക്കുക. ഒക്ടാ കോറുള്ള മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ G90T എന്നുള്ളതിൽ G എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഗെയിമിങ്ങിനെയാണ്. ഈ ഒരു പ്രോസസ്സർ പേര് സൂചിപ്പിക്കും പോലെ തന്നെ മികച്ച ഗെയിമിങ്ങിന് നല്ല രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ഫോൺ 2 റാം വേരിയൻറ്റിലാണ് ലഭ്യമാവുക. 6GB റാം, 8GB റാം. അതുപോലെ ഇൻറ്റേർണൽ മെമ്മറിയും 2 വേരിയൻറ്റുകളാണ്, 64GBയും 128GB. ഫോണിൻ്റെ സ്റ്റോറേജിൽ UFS 2.1 എന്ന ഫീച്ചറാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് പരിശോധിക്കാം. ആൻഡ്രോയിഡിൻ്റെ 9 Pie അധിഷ്ഠിതമായ Mi UI 10 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു ഫോണിലേക്ക് Mi UIയുടെ ഏറ്റവും പുതിയ പതിപ്പായ Mi UI 11 അപ്ഡേറ്റ് ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. ഫോണിൻ്റെ ബാറ്ററി സൈഡ് പരിശോധിക്കാം. 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് പവർ നൽകുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. സാധാരണ ഷവോമിയുടെ ഫോണുകളിൽ നേരത്തെയൊക്കെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ബോക്സിനോടൊപ്പം 10 വാട്ടിൻ്റെയൊക്കെ ചാർജർ മാത്രമായിരുന്നു നൽകി വന്നിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ഫോണിൽ 18 വാട്ടിൻ്റെ തന്നെ ഫാസ്റ്റ് ചാർജർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ചാർജിങ്ങിനായി USB Type-C കേബിളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുന്നുമുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഈ ഒരു ഫോൺ IP52 റേറ്റിംഗ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ലൈഫിലുള്ള ചെറിയ മഴത്തുള്ളികൾ പോലെയുള്ള വെള്ളത്തുള്ളികളെയൊക്കെ ഈ ഒരു ഫോൺ പ്രതിരോധിക്കും. മാത്രവുമല്ല ഡസ്റ്റ് പ്രൂഫുമാണ്. അതുകൊണ്ട് തന്നെ പൊടിയൊന്നും ഈ ഫോണിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ ഫോണിലുള്ള മറ്റൊരു ഫീച്ചറാണ് Wi-Fi X ആൻറ്റിന. അതായത് നമ്മൾ സാധാരണ ഫോൺ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടാണല്ലോ ഗെയിം കളിക്കുന്നത്. ഇങ്ങനെ കൈ ഫോണിൻ്റെ 2 സൈഡിലേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ വൈഫൈ ആൻറ്റനയ്ക്ക് അത് തടസ്സം സൃഷ്ടിക്കുകയും വൈഫൈയുടെ കണക്ടിവിറ്റി വീക്കാകാനുള്ള സാധ്യതയുമുണ്ട്. പബ്ജി പോലെയൊക്കെയുള്ള ഗെയിം കളിക്കുമ്പോൾ നെറ്റ് കണക്ഷൻ ഒരു അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണ്. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുന്നത് കാരണം വൈഫൈ കണക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് കൈ വൈഫൈ കണക്ഷന് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുമ്പോൾ ഈ ഫോണിലുള്ള മറ്റൊരു വൈഫൈ റിസീവർ ആൻറ്റിന കൂടി പ്രവർത്തിച്ചുകൊണ്ട് വൈഫൈയുടെ കണക്ടിവിറ്റിക്ക് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതെ മികച്ച ഇൻ്റർനെറ്റ് കണക്ഷൻ ഫോണിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് Wi-Fi X ആൻറ്റിന എന്നൊരു ഫീച്ചർ കൂടി ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഷവോമിയുടെ മിക്ക ഫോണുകളിലും കാണപ്പെടുന്ന IR ബ്ലാസ്റ്റർ ഈ ഒരു ഫോണിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഫോണിൽ മീ റിമോട്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ, AC തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റിമോട്ടായിട്ടും ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഫോണിൽ നൽകിയിരിക്കുന്ന സ്പീക്കർ സിംഗിൾ സ്പീക്കറാണ്. മികച്ച സൗണ്ട് ഔട്ട്പുട്ടൊക്കെ ഈ ഒരു സ്പീക്കർ നൽകുന്നുമുണ്ട്. ഫോണിൽ ഫേസ് അൺലോക്ക് സംവിധാനവും ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 നിറങ്ങളിലാണ് ലഭ്യമാവുക. ഗാമ ഗ്രീൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ പച്ച നിറത്തിലും, ഹാലോ വൈറ്റ് എന്ന നിറത്തിലും, ഷാഡോ ബ്ലാക്ക് എന്ന നിറത്തിലും ഈ ഫോൺ ലഭ്യമാകും. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഇതിൽ ഗാമ ഗ്രീൻ എന്ന കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഫോണിൽ ഡ്യുവൽ 4G സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും 2 സിം കാർഡുകളിലും 4G സപ്പോർട്ടുള്ള വോൾട്ടി സപ്പോർട്ടുള്ള സിം കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഈ മെമ്മറി കാർഡ് 512GB വരെയുള്ള മെമ്മറി കാർഡ് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. 3.5mm ഓഡിയോ ജാക്ക് നൽകാൻ ഷവോമി മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഫോണിൽ നിന്നും പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കും. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന ഫീച്ചറും ഫോണിൽ നൽകിയിട്ടുണ്ട്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ ഒരു പക്ഷേ ചൂടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെ കൂൾ ചെയ്യിക്കുന്നതിനായി ലിക്വിഡ് കൂളിംഗ് എന്ന ഫീച്ചറാണ് ഫോണിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഫോണിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അലക്സ ബിൽറ്റിനായി വരികയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ ഇത്തരത്തിൽ അലക്സ ബിൽറ്റിനായി വരുന്നത് എന്നാണ് ഷവോമി അവകാശം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലക്സ എന്ന വോയിസ് അസിസ്റ്റൻറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശബ്ദം കൊണ്ട് ഈ ഒരു ഫോണിനെ നിയന്ത്രിക്കാനാകും. കൂടാതെ ഫോണിൽ FM റേഡിയോ സപ്പോർട്ടുണ്ട്. ഇത് വയർലെസ് FM റേഡിയോ സപ്പോർട്ടാണ് നൽകുന്നത്. അതായത് സാധാരണ ഫോണുകൾ നമുക്ക് FM പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം ഫോണിലേക്ക്. എന്നാൽ ഇവിടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാതെ തന്നെ ഫോണിൻ്റെ സ്പീക്കറിൽ നിന്നുകൊണ്ട് നമുക്ക് റേഡിയോയിൽ നിന്ന് സംഗീതം ആസ്വദിക്കാൻ സാധിക്കും. അടുത്തായിട്ട് ഫോണിൻ്റെ സാർ വാല്യൂ ആണ് 1.13 ആണ് ഹെഡിന്, 0.634 ആണ് ബോഡിക്കുള്ളത്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളൊന്ന് നോക്കാം. ഫോണിൻ്റെ മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്തതായി പറയേണ്ടത് ഫോണിൻ്റെ മികച്ച പ്രൈസിങ് തന്നെയാണ്. അതുപോലെ മികച്ച പെർഫോമൻസും ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. മികച്ച ഡിസൈൻ നൽകുന്നു, മാക്രോ ഫോട്ടോഗ്രാഫി, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, അലക്സ ബിൽറ്റിനായി വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ സവിശേഷതകളായി എടുത്തു പറയാം.
ഫോണിൻ്റെ കോട്ടങ്ങൾ കൂടി പറയാം. ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫോൺ ഒരല്പം ചൂടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. അത് ഫ്രണ്ട് സൈഡിലേക്ക് വന്നിരുന്നെങ്കിലും, അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേ IPS LCD ഡിസ്പ്ലേ ആണ്, അത് LED ഡിസ്പ്ലേ ആയിരുന്നെങ്കിലും, അതുപോലെ ഫോണിൽ സ്പീക്കർ സംവിധാനം മോണോ സ്പീക്കറാണ്, അത് സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നുവെങ്കിലും ഈ ഒരു ഫോൺ മറ്റൊരു ലെവലിലേക്ക് മാറിയാനേ. അടുത്തതായിട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രധാനമായിട്ട് ഈ ഒരു ഫോൺ 3 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. 6GB RAM, 64GB ഇൻ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 14,999 രൂപ മാത്രം. മിഡിൽ വേരിയൻറ്റ് 6GB RAM 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻ്റാണ്. ഇതിൻ്റെ വില 15,999 രൂപ. ഹയർ വേരിയൻറ്റ് 8GB RAM 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 17,999 രൂപ. അപ്പോൾ ഈ ഒരു ഫോണിനെക്കുറിച്ചും ഈ ഫോണിൻ്റെ പ്രൈസിങ്ങിനെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഫോണും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളിലെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനിയും നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജി നാഥ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലുമുണ്ട് ജയരാജ് ജി നാഥ്, ടിക്ടോക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്, ജയരാജ്.